ചെകുത്താൻ ഇങ്ങനെ പറയും, അതായത് യേശു കർത്താവാണെന്നുള്ളതല്ല, ഇങ്ങനെ പറയും: യേശു ഏകരക്ഷകനാണ്, യേശു ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം ഏകനാണ്. ഇതെല്ലാം പിശാചിനാണ്. അതെ. അപ്പൊ സഭയ്ക്കകത്ത് പിശാച് വന്നിട്ട് ദൈവം ഏകനാണെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. കാരണം പിശാച് അത് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് കള്ളപ്രവാചകനും ദൈവ ആത്മാവും. നമ്മളെടുക്കുന്ന ക്ലാസ്സാണ് കള്ളപ്രവാചകനും ദൈവ ആത്മാവും. അങ്ങനെയാണ്. ഒരു അല്പസമയമുള്ള ഒരു 3/4 മണിക്കൂറത്തെ ക്ലാസ്സാണ്. പക്ഷെ നമുക്കത് പഠിക്കാൻ എളുപ്പമാണ്. പറ്റിയാൽ ഡയറിയൊക്കെ എടുത്ത് നമ്മൾ എഴുതിയെടുക്കാനായിട്ട് ഒരു ദിവസം അങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്, ബൈബിൾ കള്ളപ്രവാചകനായിട്ട് പറയുന്നത്, ആത്മവഞ്ചനയുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ സഭയുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളിൽ കള്ളപ്രവാചകന്റെ ആത്മാവുണ്ട്. കള്ളപ്രവാചകൻ പൂർണ്ണമായിട്ടും അതൊരു പൈശാചിക ശക്തിയാണ്. പൈശാചികമായി ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഭൂതാത്മാവാണ്. എന്നാൽ ഈ ഭൂതാത്മാവ് ഈ സഭയുടെ അകത്ത് കയറി വന്നിട്ട് സഭയുടെ അകത്തുള്ള വ്യക്തികളിൽ പ്രവർത്തിക്കും. അപ്പോൾ അത് ഇപ്പൊ എന്നിലാണോ നിങ്ങളിലാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെല്ലാം നമ്മൾ വചനം പഠിക്കുന്നത് വഴിയേ നമ്മളെല്ലാവരും ചെക്ക് ചെയ്യണം. അതായത് ഇവന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയത്തില്ല. കള്ളപ്രവാചകന്റെ ആത്മാവ് വന്നാൽ, ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി ഒരിക്കലും തിരിച്ചറിയത്തില്ല. കള്ളപ്രവാചകന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ആദ്യമേ ആ വ്യക്തിക്ക് ആ കള്ളപ്രവാചകന്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നത് താൻ പറയുന്നതെല്ലാം ശരിയാണ്, തൻ്റെ ഭാഗം കറക്റ്റാണ്, ഇതിങ്ങനെ പറഞ്ഞു തരും. അത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ. നമ്മുടെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും തോന്നൽ അങ്ങനെ തന്നെ. നമ്മൾ പറയുന്നത് കറക്റ്റാണെന്നൊരു തോന്നലുണ്ടാവും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണമായിട്ട് ഇപ്പം വ്യാജാത്മാവാണ് നമ്മളിലുള്ളെങ്കിൽ, ഞാൻ ഡെലിവറൻസ് ചെയ്യുവാന്ന് വെച്ചോളുക, ഡെലിവറൻസ് ശുശ്രൂഷയാണെന്ന് വിചാരിക്കുക. അപ്പോൾ വിചാരിക്കുമ്പോൾ ഞാൻ പറയാണ്, കേരളത്തില് ഒരൊറ്റ വ്യക്തി പോലും ഡെലിവറൻസ് ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല, ഇന്നേ വരെ ഇല്ല. ഇനി ഞാൻ വന്നിട്ട് വേണം എല്ലാം ശരിയാക്കി തരാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഏത് ആത്മാവാണെന്ന് അന്നേരം നമ്മൾ വിവരിക്കണം, വിവേചിച്ച് മനസ്സിലാക്കണം. കേരളത്തിൽ വേറെ ആരുമില്ല, ഇനി ഞാൻ അങ്ങോട്ട് വന്നിട്ട് വേണം. ഇപ്പൊ ഞാൻ വന്നിട്ട് കേരളത്തിൽ വന്ന് ഇപ്പൊ നോക്കിക്കോ, പല ജില്ലകളിലിട്ട് എല്ലാ ഭൂതങ്ങളെ ഞാനിപ്പോ പുറത്താക്കി കാടിച്ച് ഞാൻ ലെവൽ ചെയ്ത് തരും. ഇത് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അവന്റെ ആത്മാവ് ഏതാണെന്ന് നമ്മൾ പരിശോധിക്കണം. അതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ വ്യക്തിയുടെ ആത്മാവിനെ നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കണം, കേരളത്തിൽ അനേകം ദൈവദാസന്മാർ ഡെലിവറൻസ് ചെയ്യുന്നതുണ്ട്. ഇപ്പൊ ജീസസ് വിഷൻ മാത്രമല്ല, ചില അച്ഛന്മാര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പാസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ ദൈവം പലതരത്തിൽ ഉപയോഗിക്കുന്നതാണ്, യാതൊരു സംശയമില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കള്ളപ്രവാചകൻ വന്നിട്ട് ആരും ചെയ്യുന്നില്ല, ഇനി ഞാൻ വന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് അവന്റെ ആത്മാവ് ഏതാണെന്ന് നമ്മൾ അവനെ വിധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് തിരിച്ചറിയേണ്ടത് നല്ല കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും കള്ളപ്രവാചകൻ? നിങ്ങളത് നോട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഈ നാട്ടുകാർ പറയുന്ന കണക്ക് ഈ ദർശനം പറയുന്നവരെയും പ്രവചനം പറയുന്നവരെയും കള്ളപ്രവാചകരായിട്ട് ഈ ബൈബിൾ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളും ഇരുന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളത് പഠിക്കണം. അവസാന കാലത്ത് യുവാക്കന്മാരും യുവതികളും എല്ലാവരും ദർശനങ്ങൾ പറയണമെന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. അപ്പൊ അവരെയൊന്നുമല്ല. ഇനി അഥവാ ഒരാൾ ദർശനം പറഞ്ഞത് അയാൾ പറഞ്ഞ വർഷം നടന്നില്ലേലും പിന്നെ അടുത്ത വർഷമോ അതിന്റെ പിറ്റത്തെ വർഷവും നടക്കും. അയാൾ വർഷം പറഞ്ഞത് തെറ്റിപ്പോയതാ, പക്ഷെ ദൈവത്തിന്റെ ദർശനം കറക്റ്റ് ആയിരിക്കും. അതാണ് ഇയാൾ വ്യാഖ്യാനിച്ച് പറഞ്ഞതാണ് തെറ്റിയത്, അത് അയാളുടെ മിസ്റ്റേക്കാണ്. പക്ഷെ ദൈവം പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ദർശനം പറയുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ അതിന്റെ പുറമെ അല്ല പോകേണ്ടത്. നിങ്ങൾ യേശുവിനെതിരെ നിർത്തുന്ന ആത്മാവ്, അതിന്റെ പുറകെ പോകണം. നിങ്ങൾ അതിന്റെ പുറകെയാണ് യാത്ര ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ കള്ളപ്രവാചകന്റെ ആത്മാവ് വഞ്ചനയുടെ ആത്മാവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയർ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നത് ദൈവത്തിനെതിരെയും മനുഷ്യർക്കെതിരെയും വഞ്ചിക്കുന്ന ഒരു ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഇനി ദൈവാത്മാവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ഐക്യത്തില് നടത്താനായിട്ട് നമ്മളെ പഠിപ്പിക്കും. എങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളെ വഴി നടത്തുന്നത്? ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട്
ജീവിതം നയിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ദൈവാത്മാവ്, ഒരിക്കൽ കൂടി പറയാം, ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു ഐക്യപ്പെട്ടേ നിങ്ങൾ പോകത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ദൈവാത്മാവിനെയും കള്ളപ്രവാചകനെയും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് പിന്നെ 1 കൊരിന്തോസില് 12-ാം അധ്യായത്തില് ആ വിഷയം ഇങ്ങനെയാണ്. ഈ ഗ്രീസില് കുറച്ച് അന്യജാതി ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഗ്രീസില്. അപ്പൊ അവിടുത്തെ ഈ ഗ്രീസിലെ ക്ഷേത്രങ്ങളിൽ പങ്കെടുത്തിട്ട് അവിടെ കാണുന്ന ഒരു രീതി, കണ്ട ഈ ജാതികൾ, അതായത് ഗ്രീസിലെ ജാതികളായിരുന്നവർ ക്രിസ്ത്യാനികളായി അവർ സഭയ്ക്കകത്ത് വന്നപ്പോൾ ഗ്രീസിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന രീതികൾ എന്തൊക്കെയാണോ അത് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതുപോലെ കാണിക്കാനൊക്കെ ഇവർ തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവില് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആ ആത്മാവിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഗ്രീസിലെ ക്ഷേത്രങ്ങളിൽ അവര് ഏതൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവര് ഈ പ്രവചനം നടത്തുമായിരുന്നു. അതല്ല, ഗ്രീസിലെ ക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ അവിടുത്തെ മന്ത്രവാദികളോ അല്ലെങ്കിൽ അവിടുത്തെ ആത്മാവ് ബാധിച്ചവരോ, ഇവര് ഏതൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവര് ദർശനങ്ങൾ വിളിച്ചു പറയും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേ ആൾക്കാർ തന്നെ, അതിൽ വിശ്വസിച്ച ജാതികൾ എന്ത് ചെയ്തെന്നറിയോ, നേരെ ക്രിസ്തു മതത്തിലേക്ക് വന്നു. ക്രിസ്തു മതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഭാഷാപരമുണ്ട്. ഈ സെയിം രീതി ഇവര് സഭയിലേക്ക് വന്നു. സഭയിൽ വന്നിട്ടില്ല, പ്രാർത്ഥനയും പരിശുദ്ധാത്മ അഭിഷേകവും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, സഭയിലില്ല പ്രാർത്ഥനയും അഭിഷേകവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഥ അങ്ങ് മാറി. ഇവര് ഇല്ല ഭാഷാപരം കേട്ടോണ്ട് ഈ ജാതികൾ എന്ത് വിചാരിച്ചെന്നറിയോ, സെയിം ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ട് ഇവരും ഈ വെളിച്ചപ്പാടിന്റെ കണക്കൊക്കെ കടന്ന് ഏതാണ്ടൊക്കെ കാണിച്ചു, ഏതാണ്ടൊക്കെ പറയാൻ തുടങ്ങി. ഇത് പൗലോസിനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. സഭ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു പേര് ഭാഷാപരം പറയുന്നുണ്ട്, കുറച്ചു പേര് കക്കു കുതുകിത് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ പ്രവചനം പറയുന്നുണ്ട്. ഞങ്ങൾക്കിതിലെ ഏത് ആത്മാവാണെന്നൊന്നും പിടികിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഇടപെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഇടപെടണം. അപ്പൊ ഇത് ഏത് ആത്മാവാണെന്ന് നമുക്ക് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന്റെ കൂടെ നിങ്ങളൊന്ന് നിൽക്കണം കേട്ടോ. ഈ പറഞ്ഞ സംഭവത്തിന്റെ കൂടെ ഈ ആത്മാവിനെ, അപ്പൊ നമ്മൾ മറ്റൊരാളെ വിധിക്കാനല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ അകത്ത് ഈ ആത്മാവ് എന്റെയും നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഡെലിവറൻസ് ചെയ്ത് കളയണം. നമുക്കതെന്ന് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നമ്മളത് പുറത്തു കളയണം. അത് കുറച്ചു നേരം ഒന്ന് സ്തുതിക്കുക. നമ്മളിപ്പോൾ ഇത് നമ്മുടെ അകത്ത് ഇതുണ്ടോ? അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആകെ 3/4 മണിക്കൂറേ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. പക്ഷെ ഈ 3/4 മണിക്കൂറിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഡെലിവറൻസ് പ്രയറും കൂടെ നടത്തുന്നുണ്ട്, മാസ് പ്രയറും കൂടെ നടത്തുന്നുണ്ട്. അപ്പൊ ആ മാസ് പ്രയർ നടത്തുന്ന സമയത്ത് നമ്മളും കൂടെയും ആ പ്രയറിൽ പങ്കെടുക്കണം. നിങ്ങളും കൂടെ പങ്കെടുത്തുകൊണ്ട് ഈ സ്പിരിറ്റ് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തേ പറ്റൂ ഈ സമയം. അങ്ങനെ ഇപ്പൊ ഈ മാസ് പ്രയറിന്റെ സമയത്ത് എന്ത് ചെയ്യട്ടെ, ഇത് ഔട്ടാവും. നമ്മളിലുണ്ടെങ്കിൽ ഇത് പുറത്തു പോകും. അതാണ് എൻ്റെ വ്യത്യാസം. അതാണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, മാസ് പ്രയറിന്റെ ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്തുതിച്ച് നിങ്ങളും ശാസിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ സ്പിരിറ്റിനെ ശാസിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്കൊരു വചനം എടുക്കാം. അപ്പൊ നമുക്ക് 1 കൊരിന്തോസിന്റെ 12 നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. ഇപ്പം ഇവിടെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. 1 കൊരിന്തോസ് 12-ന്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. സഹോദരേ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറയാൻ കാരണം എന്താണ്? ജാതീയ ആചാരത്തിൽപ്പെട്ടവൻ അതേ സ്റ്റൈല് വന്ന് അതേ ആത്മാവിൽ ഇവിടെ വന്ന് സഭയ്ക്കകത്ത് വന്നിട്ട് അവനും അത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം പൗലോസ് പറയാ, നിങ്ങൾ അറിവുണ്ടായിരിക്കണം ഇക്കാര്യത്തില്. ഇതാണ് പറയുന്നത്. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ എടുത്ത 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിന്റെ പ്രശ്നം ഇതാണ്. ആ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഈ വചനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ, നോട്ട് ചെയ്ത് നോക്കണം, സംസാരശേഷിയില്ലാത്ത, നോട്ട് ചെയ്യണേ, വിഗ്രഹങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ ശാപം പിടിച്ച ആൾക്കാർ പറയുന്ന ഒരു രീതിയുണ്ട്,
ഇതൊക്കെ വിജാതീയ വിഗ്രഹങ്ങളെ കുറിച്ച്. നമ്മുടെ വിഗ്രഹങ്ങളൊന്നും വിഗ്രഹങ്ങളല്ല. നമ്മുടെയൊക്കെ അതൊക്കെ സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണ ഒറിജിനൽ സാധനമാണ്, മനുഷ്യനുണ്ടാക്കിയതൊന്നുമല്ല എന്ന് പറയുന്ന ആൾക്കാരും അവരും കൂടെ ഇത് കേട്ടോണം കേട്ടോ. അവരും കൂടെ കേട്ടോണം. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷി ഇല്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധ സഞ്ചാരം ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അവിടെ പോയപ്പോൾ അവിടെ വെളിച്ചപ്പാട് എന്ന് തക്കടതുക്കു അടിച്ച് പ്രവചനം പറഞ്ഞത്. വെളിച്ചപ്പാട് കയറിയിട്ട് എന്ന് വെച്ചാൽ ഗ്രീസിലെ ക്ഷേത്രങ്ങളിലെ ആത്മാവ് കയറിയിട്ട് പ്രവചനം പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്നും കൂടെ നിങ്ങളങ്ങ് ആഡ് ചെയ്തോ. ഉണ്ടല്ലോ. ഇനി അടുത്തത് 3-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും. വിജാതിയുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇതെന്തിനാ പറയുന്നത്? ഇത് പറയണേ സ്ട്രൈറ്റ് പറഞ്ഞാ പോരെ. വിജാതീയ ക്ഷേത്രത്തിൽ പോയ കാര്യം പറഞ്ഞിട്ട് ഇത് പറയുന്നത് എന്തിനാ? എന്താ കാരണം എന്ന് പറയും, ഈ ആത്മാവ് വന്നിട്ട് പെട്ടെന്ന് 2 ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ എന്ത് പറയട്ടെ, ഈ ദർശനം പറഞ്ഞ ആള് കറക്റ്റാ പറഞ്ഞെങ്കിൽ അയാളുടെ കൂടെ കൂടും. അയാളുടെ കൂടെ കൂടി കഴിയുമ്പോൾ ഇയാള് രഹസ്യത്തിൽ പറയും, യേശു ക്രൂശിൽ മരിച്ചത് കാരണം പുള്ളി ശപിക്കപ്പെട്ടവനാ. അതല്ല, നമുക്ക് യഥാർത്ഥ ദൈവം വേറെയാണ്, പുള്ളിയെ നമ്മൾ നോക്കണ്ട. ഇങ്ങനെ പറയാൻ തുടങ്ങി ഈ ദർശനം അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ. മനസ്സിലായോ? ദർശനമായി കഴിഞ്ഞപ്പോൾ യേശു ക്രൂശിൽ മരിച്ചതിനാൽ മരത്തിൽ തൂക്കപ്പെട്ടവരല്ല ശപിക്കപ്പെട്ടവനെന്നുള്ള കാരണത്താൽ യേശു ശപിക്കപ്പെട്ടവനായിട്ട് ഇവരങ്ങ് വ്യാഖ്യാനിച്ചു. ഇവരുടെ 2 ദർശനം കറക്റ്റ് ആയപ്പോഴത്തേക്ക്, 2 പ്രവചനം കറക്റ്റ് ആയപ്പോഴത്തേക്ക് ഇവർ കർത്താവിനെതിരെ അങ്ങ് തിരിഞ്ഞിട്ട് ഇവരുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടിക്കഴിഞ്ഞപ്പോൾ ഇവർ കർത്താവിനെതിരെ തിരിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് പൗലോസ് പറയാണ്, ഇത് ഈ സ്പിരിറ്റിനെ തിരിച്ചറിയാൻ ഒരു വഴിയേ നമുക്കുള്ളൂ. ഈ ദൈവാത്മാവിലാണ് ഒരുത്തൻ പരിശുദ്ധാത്മാവിൽ ഭാഷാപരത്തിൽ സംസാരിച്ച് പ്രവചിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും അവന്റെ പ്രവചനത്തിൽ യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയത്തില്ല, യേശു എല്ലാത്തിന്റെയും കർത്താവാണെന്നേ അവൻ പറയത്തുള്ളൂ. ഇതാ പറയുന്നത്. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ കർത്താവാണെന്ന് പറയും. കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവാത്മാവിനെയും അശുദ്ധാത്മാവിനെയും വ്യാജ പ്രവാചകനെയും തിരിച്ചറിയാൻ ഒരു വഴിയേ ഉള്ളെന്ന് പൗലോസ് കൊറിന്തോസ് സഭയിൽ പഠിപ്പിക്കുകയാണ്. എന്താണ് വഴി? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നേ. ആ വഴി ഏതാണ്? ഒന്നാമത്തെ വഴി ഏതാണ്? നമ്മൾ ജാതികളായിരുന്നപ്പോൾ മൂക വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് ആ വിഗ്രഹത്തിലുള്ള സ്പിരിറ്റിനെ എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് സഭയ്ക്കകത്ത് ഡെലിവറൻസ് പോലും ആകാതെ വന്നിരുന്നിട്ട് നമ്മൾ ഏതാണ്ടൊക്കെയോ കാണിച്ചു കൂട്ടും, എന്നിട്ട് ഏതൊക്കെയോ ദർശനം പറയും. ഈ പറയുന്ന ദർശനങ്ങളെല്ലാം ഈ ജാതീയ ദൈവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ളവരെ നോട്ട് ചെയ്തേക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ഇന്നത്തെ ഡെലിവറൻസിൽ പങ്കെടുത്തോണം. ചിലവർ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലാണെങ്കിൽ പറയും, ഈ കേരളത്തിലെ ദൈവങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ട് അവരെന്റെ മുമ്പിൽ വന്നു, അവരെന്നോട് ഇത് ചോദിച്ചു, ഇതൊക്കെ പറയും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിന്റെയൊക്കെ പുറകെ പോയതിന്റെ ആത്മാവ് ഇപ്പോഴും കിടക്കുക. അത് പോകാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? സൈക്കോളജിക്കലായിട്ട് നമ്മൾ വലിയവരാണെന്ന് നമ്മൾ തന്നെ വെച്ചിരിക്കുക. അതാണ് ഈ ഭൂതത്തിന്റെ പരിപാടി. നിങ്ങൾ കീഴ്പ്പെട്ട് കൊടുക്കണം. കീഴ്പ്പെട്ട് കൊടുക്കാതെ ഒരിക്കലും ഈ സ്പിരിറ്റ് നിങ്ങളിൽ നിന്ന് അകലത്തില്ല. നിങ്ങൾക്ക് ഒരു പ്രയർ ഗ്രൂപ്പ് ഒന്നും ആകാൻ പറ്റത്തുമില്ല. നിങ്ങളെ ശരിക്കും ഇട്ട് ഉപദ്രവിച്ചു കളയും ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പൗലോസ് തിരിച്ചറിയാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ സഭയുടെ അകത്തുള്ള ദൈവാത്മാവിനെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതേതായിരിക്കും? യേശു കർത്താവാണെന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് യേശു കർത്താവാണ് ഇങ്ങനെ പറയുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? അത് പറയാൻ പിശാചിനും പറ്റും. യേശു ഏകദൈവ, ദൈവത്തിന്റെ പുത്രൻ, ഇതൊക്കെ ചെകുത്താൻ പറയത്തില്ലയോ? അവൻ ദൈവ ഏകനാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നില്ലേ ചെകുത്താൻ? അല്ലേ? ചെകുത്താൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ സഭയ്ക്കകത്ത് പിശാച് വന്നിട്ട് ദൈവം ഏകനാണെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാ. കാരണം പിശാച് അത് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ചെകുത്താൻ ഇങ്ങനെ പറയും, അതായത് യേശു കർത്താവാണെന്നുള്ളതല്ല, ഇങ്ങനെ പറയും, യേശു ഏകരക്ഷകനാണ്, യേശു
ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം ഏകനാണ്. ഇതെല്ലാം പിശാചിന് അറിയാം. അപ്പൊ ദൈവാത്മാവിനെ തിരിച്ചറിയാൻ ഈ വാക്കുകൾ കൊണ്ട് പറ്റത്തില്ല. മറിച്ച് എങ്ങനെയാണെന്നറിയോ, അവന്റെ ലൈഫില്, അവന്റെ ജീവിതത്തില് അവൻ കാണിക്കണം, എന്റെ ലൈഫിന്റെ എല്ലാം എന്റെ കർത്താവാണെന്ന് അവൻ കാണിക്കണം. കാണിച്ചാൽ ദൈവാത്മാവ് മുഖേന അല്ലാതെ ഇത് കാണിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടോ? കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവാത്മാവുണ്ട്, ഉറപ്പാ. നിങ്ങൾ വെറും വാക്കല്ല, നിങ്ങളുടെ നടപ്പിലും പോക്കിലെല്ലാം നിങ്ങൾ പറയാണ് യേശു കർത്താവാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നു പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ജോലിക്ക് പോയി, എന്റെ കർത്താവ് എന്റെ സംരക്ഷണ. ഇപ്പൊ വിമല സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞു, പരോട്ടി ഗ്ലാൻഡില് ക്യാൻസർ. പരോട്ടി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാൻസർ വന്ന നിങ്ങൾ ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് എനിക്കറിയാം, ഇതിൻ്റെ അകത്ത് നല്ല പിന്നെ സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായി നല്ല അറിവുള്ളവർ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എത്ര നാൾ ജീവിച്ചിരിക്കും. ഇവിടെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ആള് 3 മാസമേ ജീവിച്ചിരിക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് ആളെ കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആ ആൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ വളർന്നു നിൽക്കുന്നു. വീടിന്റെ പണി ചെയ്തത് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അവർക്ക് ചില ദുഃഖങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോടാലിയും കൂടെ കയറി വരുന്നത്. അവിടെ യേശു പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രവർത്തിക്കും? യേശു ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അവിടെയാണ് കർത്താവായ യേശു സൗഖ്യപ്പെടുത്തി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, സുഖപ്പെട്ടു, ഇനി ക്യാൻസർ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് അപ്പോളയിൽ എൻ്റെ വീട്ടിൽ ഏകദേശം അവള് സർജറി കഴിഞ്ഞിട്ട് വിമല സിസ്റ്റർ എൻ്റെ വീട്ടിൽ 4-5 ദിവസം ഉണ്ടായിരുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ 4 ദിവസവും രാവും ഉച്ചയ്ക്കും വൈകിട്ടും ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥന നടത്തി. പിന്നെ ശിവ വളരെ സപ്പോർട്ടിങ് ആയിട്ട് ഉപദേശം കൊടുത്തു, ഇതെല്ലാം ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ എന്ത് സംഭവിച്ചു? ഫുൾ രോഗശാന്തിയായിട്ടാണ് തിരിച്ചു വന്നത് ആ 4 ദിവസം കൊണ്ട്. അപ്പോൾ ഞാൻ പല രോഗികളെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാറുണ്ട്. പല രോഗികളുണ്ട്. ചിലവര് വളരെ ഏറെ സുഖപ്പെട്ട് ദൈവത്തോട് നന്ദി കാണിച്ച് ജീവിക്കുന്ന ദൈവമക്കളാണ് കൂടുതലും ഉള്ളത്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചു കൊടുക്കാം. ഇവിടെ 2 ആത്മാവിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് കർത്താവിനെ തള്ളിപ്പറയുന്ന ആത്മാവ്, ഒന്ന് കർത്താവിനെ ഏറ്റെടുക്കുന്ന ആത്മാവ്. ഈ 2 ആത്മാവിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങളുടെ നാവില് തള്ളിപ്പറയുന്ന അനുഭവം നിങ്ങളുടെ നാവില് ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ നാവിൽ യേശു ക്രിസ്തു ദൈവമാണോ സംശയം ഉണ്ടായിട്ടുണ്ടോ? ഈ കള്ളപ്രവാചകന്റെ ആത്മാവ് കയറിയിട്ടുണ്ട്. കള്ളപ്രവാചകന്റെ ആത്മാവ് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബൈബിൾ പഠിപ്പിച്ചു തരും. കള്ളപ്രവാചകന്റെ ആത്മാവ് കയറിയ സൂക്ഷിച്ചോണേ. കള്ളപ്രവാചകന്റെ ആത്മാവ് കയറിയ ബൈബിൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. ആ പഠിപ്പിച്ച് തരുന്നതിലൊന്നും യേശു ദൈവമായിരിക്കത്തില്ല. ആ പഠിപ്പിച്ച് തരുന്നതിലൊന്നും യേശു കർത്താവായിരിക്കത്തില്ല. ഇങ്ങനെയാണ് കള്ളപ്രവാചകന്റെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഈ സ്പിരിറ്റ് നമ്മളിൽ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ദൈവശക്തി നിമിഷം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ ശക്തി നിമിഷം ഞങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഏക ദൈവമാണെന്ന് വിളിച്ചു പറയാൻ തക്ക വിധം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുമ്പ് കർത്താവ് നിന്റെ ആത്മാവ് ഈ നിമിഷം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളുടെ മേൽ വാളായി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തെ ശാസിച്ച് പുറത്താക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന പൈശാചിക കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. In the name of Jesus. Amen. Hallelujah. Hallelujah. യേശുവേ, ആരാധന. സ്തുതിച്ച് എന്റെ ദൈവമേ, ഒരു വിടുതൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഏതൊക്കെ മേഖലയിലാണോ സാത്താൻ അധികാരപ്പെട്ടിരിക്കുന്നത് ആ മേഖലയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വചനം ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, യേശുവിനെ ചെറുതാക്കി നമ്മൾ
യേശു ശപിക്കപ്പെട്ടവൻ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിലോ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്ത് അത് കളയണം. കാരണം കള്ളപ്രവാചകന്റെ ആത്മാവ്, അവൻ പ്രവാചകനായതിന്റെ പേരിൽ, ഈ ആത്മാവ് പ്രവാചകനാ, അപ്പൊ അതിന്റെ പേരിൽ ആശാൻ നമുക്കിരുന്ന് ബൈബിൾ പറഞ്ഞു തരും. നിങ്ങളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ബൈബിൾ വചനം ഇട്ട് പറഞ്ഞു തരും. പിശാചിന് വചനം അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? യേശുവിന്റെ മുമ്പിൽ ചെന്നിട്ട് സങ്കീർത്തനം എടുത്തിട്ടല്ലേ പിശാച് സംസാരിച്ചത്? അപ്പം യേശുവിനോട് വചനം പറഞ്ഞു കൊടുത്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വചനം പറഞ്ഞു തരായിരിക്കും. അപ്പൊ ഞാനത് വിത്ത് എവിഡൻസിലാ പറയുന്നത്. വചനം പറഞ്ഞു തരും. ഈ വചനം പറഞ്ഞു തരുന്നതും നമ്മുടെ നാവിൽ വരുന്നതെല്ലാം യേശുവിനെതിരായിരിക്കും. നിങ്ങൾക്ക് യേശുവിനെ തുപ്പാൻ തോന്നും. യേശുവിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചീത്ത വിളിക്കാൻ തോന്നുക. ഇങ്ങനെ ഇതൊക്കെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ആൾക്കാർ വന്നിട്ടുള്ള കേസുകളാണ് പറയുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, 1-2 പേരല്ല. അവർ പറയുകയാണെങ്കിൽ യേശു എന്ന് കേൾക്കുമ്പോൾ തുപ്പാൻ തോന്നും. യേശു എന്ന് കേൾക്കുമ്പോൾ ഞാൻ പുഴുത്ത തെറി വിളിക്കും. കുറേ നേരം ഇരുന്ന് 10 മിനിറ്റോളം ഇരുന്ന് യേശുവിനെ തെറി വിളിക്കും. അത് കഴിഞ്ഞ് നാവിൽ കുരിശു വരയ്ക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ യേശുവിനെ ഇട്ട് തെറി വിളിക്കും. എന്താ കാര്യം? കള്ളപ്രവാചകനകത്ത് കയറി. കള്ളപ്രവാചകൻ കയറി കഴിഞ്ഞാൽ യേശുവിനെ തെറി വിളിക്കും, യേശുവിനെ തുപ്പും, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പുക. ഇങ്ങനെ ഭ്രാന്ത് കാണിക്കുന്ന പരിപാടി. യേശുവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ. ബാക്കിയുള്ളവർക്കൊന്നും ഈ രീതി പ്രശ്നമില്ല. ഇങ്ങനെ ഭ്രാന്ത് കാണിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് വ്യാജ പ്രവാചകന്റെ ആത്മാവ് കയറിയതാണ്. ഈ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ യേശുവിനെതിരെ നിർത്തിക്കറയും. യേശുവിനെതിരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവായ യേശുവിനെതിരെ കള്ളപ്രവാചകന്റെ ആത്മാവ് കയറിയാൽ കർത്താവായ യേശുവിനെതിരെ അവൻ വാതോരാതെ സംസാരിക്കുന്നവനായിരിക്കും. യാതൊരു സംശയമില്ല. ഇതാരാ പറഞ്ഞത്? അപ്പോസ്തലനാണ് പറഞ്ഞത്. യേശു ശപിക്കപ്പെട്ടവനാണെന്ന് 24 മണിക്കൂറും ഈ വ്യക്തി, ഇവനെ ശപിക്കപ്പെട്ടതാ. അത് കാരണമാണ് 24 മണിക്കൂറും ഈ വ്യക്തി ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. യേശു ശപിക്കപ്പെട്ടവനാണെന്ന് 24 മണിക്കൂറും ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. ഇതാണ് ഇങ്ങനെയുള്ളത്. ഇത് വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കണം. കർത്താവിൽ പ്രിയരെ, ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിരുന്നു, പിന്നെ സമൃദ്ധിയുടെ സുവിശേഷം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. ഗ്രേസ് ഓഫ് ഗോസ്പൽ, പ്രോസ്പെരീസ് ഗോസ്പൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഇതൊക്കെ വ്യാജ സുവിശേഷം. സമൃദ്ധിയുടെ സുവിശേഷത്തില് നമ്മള് ചിലവർ സമൃദ്ധിയുടെ സുവിശേഷം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഈ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ വചനം അതുപോലെ പഠിപ്പിക്കുന്നവരെ ആരോപണം നടത്തുന്ന ഒരു സ്വഭാവം ചിലവർക്കുണ്ട്. അത് പലവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ കാണാം, ഒരു പാർട്ടി, നമ്മുടെ ടീമിലുള്ള ലീഡേഴ്സ് പറഞ്ഞു, ബ്രദറെ നമുക്കെതിരെ ദാണ്ട ഒരു ചോട്ടാബായി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ എനിക്കെതിരെ ഇങ്ങനെ പല വീഡിയോ ഇറങ്ങുന്ന കാരണം ഞാനിത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കച്ചട പോട്ടെന്ന് പറഞ്ഞു. ആരും നമുക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല ബ്രദർ, ഇത് കോമഡിയാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് എന്നൊന്ന് ബ്രദർ ഒന്ന് കാണുന്നു പറഞ്ഞു. കാണുമ്പോൾ എൻ്റെ ഇതാണ്, എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. പ്രോസ്പെരീസ് ഗോസ്പൽ പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിബുവലായിൽ പ്രസംഗിക്കുന്നത് മൊത്തവും സമൃദ്ധിയുടെ സുവിശേഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാൻ തട്ടിവിട്ടെ. ആശാനെ എന്നെ അറിയത്തില്ല ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്താണെന്ന്. അതാ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ പൗലോസ് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ചത് ഞാൻ അടുത്ത ആഴ്ച വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഓരോന്നിന്റെ വായ അങ്ങടയും. സമൃദ്ധിയുടെ സുവിശേഷം, നിങ്ങൾ ആത്മഹത്യ വക്കിൽ വന്ന് നിൽക്കുക. ധ്യാനം നടത്തുന്ന, അപ്പൊ അതും 10-35 വർഷം ധ്യാനം നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾക്ക് ഈ അറിയത്തില്ല, നാട്ടുകാരെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അവരെ ഒന്നും എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്നലെ അങ്ങോട്ട് വന്ന ഈ ഇതുപോലുള്ള യൂട്യൂബേഴ്സ്, അവൻ ഇന്നലെ ജനിച്ചവനാ, അവനാ ഇരുന്ന് ഡയലോഗ് പറയുന്നത് സമൃദ്ധിയുടെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. എന്തുവാ ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത്? എന്താണെന്നറിയോ? ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ ഉയരാൻ എന്തുകൊണ്ട് ഉയരുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ എടുത്തില്ലേ? ആശാൻ അതിന്റെ ഹെഡ്ലൈൻ കണ്ടിട്ടാണ് ഈ അടിക്കുന്നത്. അപ്പം ഒരു ഗോസ്പൽ ടീം എന്ന് പറയുന്നത് അവര് എന്താണ്, നിത്യജീവന്റെ ക്ലാസ് ഇട്ട് അത് വേറെ കിടപ്പുണ്ട്. അവിടെ സ്വർഗത്തിലേക്ക് പോകാൻ നരകം സ്വർഗം വേറെ കിടപ്പുണ്ട്. പിന്നെ നിത്യജീവനിലേക്ക് പോകുന്നതിന്റെ തടസ്സം എന്താണ് ഉള്ള കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉയരാത്തത് എന്താണ് എന്ന് കടന്നു കഴിഞ്ഞാൽ ഒരു ഹൗസാണ്, ഇതൊരു സുവിശേഷ വയലാണ്.
ഈ വയലിനകത്ത് എല്ലാ സബ്ജക്റ്റും പ്രസംഗിക്കും. പൗലോസും എല്ലാ സബ്ജക്റ്റും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ സമൃദ്ധിയുടെ സുവിശേഷകർ ചെയ്യുന്നത് എന്താണെന്നറിയാം? സമൃദ്ധിയുടെ സുവിശേഷകർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത്, നിങ്ങൾ കഴിക്കുന്ന കേക്ക്, നിങ്ങൾ വാങ്ങിച്ച കേക്ക് നിങ്ങൾ തന്നെ കഴിക്കണം, നിങ്ങൾ വെച്ച വീട് നിങ്ങൾ തന്നെ വസിക്കണം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, നിങ്ങൾക്കൊരു ദുഃഖവും വരുത്തില്ല, നിങ്ങൾക്കൊരു ഭാരവും വരുത്തില്ല, നിങ്ങളെ കർത്താവ് ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേറൊന്നും ഒരു പ്രസംഗിക്കത്തില്ല. ഇതാണ് സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ പാപത്തെക്കുറിച്ച് കീറുക, ഇവിടെ നമ്മൾ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഭൂതാത്മാക്കളെ കുറിച്ച് വെട്ടിത്തുറന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിത്യജീവനിലേക്ക് നീ കടക്കാത്തതിന്റെ കാരണം പറയുന്നുണ്ട്. അങ്ങനെ അപ്പോസ്തലന്മാർ എന്തൊക്കെ പ്രസംഗിച്ചോ അതെല്ലാം നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ഹെഡ്ലൈൻ നോക്കിയിട്ടാ ആശാനെ ഇരുന്ന് തട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഈ ചളു കേസുകളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ പോകാൻ പറയാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ ഉള്ള വഴി. അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഈ സമൃദ്ധിയുടെ സുവിശേഷത്തില് ഉള്ള ഈ വ്യാജാത്മാവിന്റെ ഒരു മേഖലയുണ്ട്. അതാണ് ഞാനിത് എടുത്തു പറയുന്നത്. സമൃദ്ധിയുടെ സുവിശേഷത്തിലുള്ള വ്യാജാത്മാവിന്റെ മേഖല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് സമൃദ്ധിയുടെ സുവിശേഷം? അതിൻ്റെ അത് വ്യാജാത്മാവ് എങ്ങനെയാണ് വരുന്നത്? അതായത്, ഒന്ന്, യേശുവിനെ സീറോയാക്കുക. ഒന്നുകിൽ പ്രസംഗിക്കുന്ന ബ്രദർ കയറി ഹീറോയാകുക. യേശുവിനെ സീറോയാക്കുക, പ്രസംഗിക്കുന്ന പാസ്റ്റർ ഹീറോയാകുക. ഒന്നതാണ്. അത് അപകടമാണ്. ഈ പാസ്റ്റർ ഹീറോ ആയിട്ട് പാസ്റ്ററിന്റെ സഭയിലേക്ക് ആര് ചെന്നാലും സമൃദ്ധി ഉണ്ടാവും എന്ന് പ്രസംഗിക്കും. അവിടെയാണ് പിശാചാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ ഒരു വീഡിയോയില് ഏതാണ്ട് ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ബ്രദറാ, പുള്ളി പ്രസംഗിക്കുവാണ്, നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്, അത് കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു യേശു ഒന്നുമല്ല, നമ്മളാ യേശുവിനേക്കാൾ വലുത് എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. യേശു അല്ല, നമ്മളാണ് വലുത്. അവിടെയൊക്കെയാണ് സമൃദ്ധിയുടെ സുവിശേഷകരുടെ രീതികൾ. അങ്ങനെയാണ്. രണ്ടാമത് സമൃദ്ധിയുടെ സുവിശേഷകത്തിന്റെ രീതി നമുക്കറിയാം. നമ്മുടെ സഭകളാരും സമൃദ്ധിയുടെ സുവിശേഷം ചെയ്യുന്നേ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഓരോ വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് നേർച്ച കാഴ്ചകൾ നടത്തുന്നവർ യേശുവിനെയാണോ കൊടുക്കുന്നത്? അവരെന്താണ്? 7 വട്ടം നൊവേനയ്ക്ക് വന്നാൽ 7 വട്ടം നൊവേനയ്ക്ക് വന്നാൽ നിന്റെ ഇന്ന കാര്യം നടക്കും. 7 വട്ടം നീ ഇവിടെ വന്ന് ഉടമ്പടി ഉറപ്പിച്ചാൽ നിന്റെ ഇന്ന കാര്യം നടക്കും. 7 വട്ടം ഇവിടെ വന്ന് മുറ്റത്ത് ചൂലെടുത്ത് തൂത്താൽ നിന്റെ ഇന്ന കാര്യം നടക്കും. ഇതെല്ലാം പ്രോസ്പെരിസ് ഗോസ്പലാണ്. ഇനി അടുത്തത് പ്രോസ്പെരിസ് തിയറിയുടെ വേറെണ്ണം പറയാം. നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ, ഇപ്പൊ ബിമലയ്ക്ക് ക്യാൻസർ രോഗം, നിങ്ങളുടെ മക്കൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് എൻ്റെ അടുത്ത് വന്നു, ഞാൻ രോഗശാന്തി ചെയ്യത്തില്ലേ? ആ രോഗശാന്തി ചെയ്യുന്നതും പ്രോസ്പെരീസ് തന്നെ, അതും സമൃദ്ധിയുടെ സുവിശേഷം തന്നെ. അതുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ വന്ന് രോഗശാന്തി കിട്ടിയിട്ടുള്ള ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, നീയൊക്കെ വന്നിരിക്കുന്നത് സമൃദ്ധിയുടെ സുവിശേഷത്തിലാണ്. മിണ്ടിപ്പോരുത് നീയൊന്നും. സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ പങ്കുകാരാ നീയൊക്കെ. അപ്പോൾ യേശുവിന്റെ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ പങ്കുകാരാവണം നമ്മള്. അതോടൊപ്പം തന്നെ എന്നാലേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഇനി ഡെലിവറൻസ് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഡെലിവറൻസ് ചെയ്യണം. നിങ്ങൾ ഡെലിവറൻസിനായിട്ട് വരിക. എന്തുതന്നെയാ ഡെലിവറൻസിനായിട്ട് നിങ്ങൾ വരുന്നത്? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇതാണ് മെയിൻ സബ്ജക്റ്റ്. രണ്ടാമത്, എനിക്ക് ആ കോപമാ, എനിക്ക് രോഗമാ, അതുകൊണ്ട് ഡെലിവറൻസ് ചെയ്യണം. അപ്പൊ നിങ്ങളെ ഡെലിവറൻസ് ചെയ്ത് ഭൂതത്തെ പുറത്താക്കി നിങ്ങൾക്ക് അത് മാറി ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് വളരുന്നു. സമൃദ്ധിയുടെ സുവിശേഷമാണത്. അപ്പൊ നിങ്ങൾ കേരളത്തിൽ ഏത് സുവിശേഷം ചെയ്യും? പോസ്റ്റ് ചെയ്തോ. കേരളത്തിൽ ഏത് സുവിശേഷം ചെയ്യും? നിങ്ങൾ പറ. നിത്യജീവൻ മാത്രം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കൂ. ഇത് കേട്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും. ആരാ വലുത്? പറഞ്ഞ ആരാ വലുത്? യേശു അല്ല വലുത്, നിങ്ങളാ വലുത്. നിങ്ങൾ ഭൂമിയിൽ അനുവദിച്ചാലേ ഞാൻ അനുവദിക്കത്തുള്ളൂ. ലോക്സഭയിൽ പാസ്സായാലേ രാജ്യസഭയെ പാസ്സാക്കാം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ?
ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. ആരും കേട്ടില്ല. അടുത്തിരിക്കണം. ഓളിയൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നത് സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും. ആരാ വലുത്? പറഞ്ഞ ആരാ വലുത്? യേശു അല്ല വലുത്, നിങ്ങളാ വലുത്. കേട്ടോ, ഞാൻ പോസേ, നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നത് സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ഭൂമി ബന്ധിച്ചാൽ സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും. അപ്പൊ ആരാ വലുത്? ആരാ വലുത്? നിങ്ങൾ ഭൂമി ബന്ധിക്കുന്നത് കാരണം ആരാ വലുത്? ഉടനെ നിങ്ങളല്ല. ആരാ വലുത്? യേശു അല്ല, പിന്നെ ആരാ? നിങ്ങളാണ്. ഇവന്റെ അടുത്ത് നമ്മൾ ഇവരെ ഒന്നും വിമർശിക്കാൻ ആളില്ല. സംഭവം മനസ്സിലായോ? ഇതുപോലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൾട്ടായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. ഇങ്ങനെയുള്ളവരെയാണ്. മറിച്ച് ഞങ്ങളുടെ ധ്യാനത്തിൽ ഒരു ഫാമിലി എത്ര വചനം കൊടുത്തിട്ടും ഈ ഫാമിലി പിന്നെ എത്ര വചനം കേട്ടിട്ടും ഈ ഫാമിലിക്ക് ഒരു കുലുക്കമില്ല. അവസാനം കൗൺസിലേഴ്സിന്റെ അടുത്ത് വിട്ടപ്പോൾ ഇവരാകെ തകർന്നു കിടക്കുക. ഈ ഫാമിലി ആകെ തകർന്ന് വെണ്ണീറായി കിടക്കുക. ഇവർക്ക് നിത്യജീവന്റെ ഗ്ലാസ് അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് ഇവർക്ക് എവിടെ കയറാനാ? സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞാ ഇവിടെ ഫുഡ് അടിച്ചിട്ട് വേണ്ടേ സ്വർഗത്തിൽ പോവാൻ? നിൽക്കാൻ വയ്യ. അപ്പോൾ കൗൺസിലേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ 2 ദിവസമായിട്ടും വചനം അവർ കയറുന്നില്ല. അവര് മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുക. സങ്കടം വന്നിട്ട് അവർക്ക് ഇരിക്കാനും വയ്യ, വചനമൊന്നും കേൾക്കാൻ വയ്യ. ഇനി നിങ്ങൾ പറ, ഇവർക്ക് എന്താ കൊടുക്കേണ്ടത്? പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഒരാള് ഇപ്പൊ വിമല തന്നെ, ഞാൻ നാളെ മരിക്കും, എൻ്റെ 2 മക്കൾ വളർന്നിരിക്കുന്നു, പെമ്പിള്ളേരാണ്, എന്റെ കാര്യം എങ്ങനെ അറിയില്ല. അപ്പൊ വിമല അടുത്ത് പറയാ, ഇരുന്ന് കേക്ക്, നിത്യജീവന്റെ ക്ലാസ് ഇരുന്ന് കേക്ക്. വിമല കേക്കൂ? നിങ്ങൾക്ക് ആ പോയിന്റ് പറഞ്ഞ 3 മാസം വരെ ക്യാൻസർ ആണെങ്കിൽ ഞാനുള്ളൂ. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ കേക്കൂ? അവിടുത്തെ എന്താ പറയേണ്ടത്? നീ പോയി ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കഴിക്കടി, നീ വാ, കർത്താവുണ്ട്, എന്നെ കർത്താവ്, ഞാൻ ഉറപ്പ് തരുന്നു, എടുത്ത് ഞാൻ ദൂരെ കളയും, കർത്താവ് എടുത്തു, ഞാൻ ഉറപ്പ് തരുന്നു. ആ ഒരൊറ്റ വാക്ക് മതി, ആ ഒരു വാക്ക് മതി. അതിന്റെ പേര് സമൃദ്ധിയുടെ സുവിശേഷമാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് സമൃദ്ധിയുടെ സുവിശേഷമാണ്. അതിന്റെ പേര്. അതുകൊണ്ട് വിമല ഇന്ന് പാട്ട് പാടാനും യേശുവിനെ സാക്ഷ്യപ്പെടുത്താനും എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമൃദ്ധിയുടെ സുവിശേഷം അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ 35 വർഷം വചനം പറഞ്ഞ ഞങ്ങൾക്കറിയത്തില്ലയോ ഏത് സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളത്? ഇത് എല്ലാവരും കേട്ടോണം കേട്ടോ. അതുകൊണ്ടാണ് സൂമിൽ പറയുന്നത്. കാരണം ഞങ്ങൾ അറിയാതെ കിശുകിശൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കയ്യോടെ പിടിക്കുന്നതാണത്. ഇപ്പൊ ഇത് ഇങ്ങനെയാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം സമൃദ്ധിയുടെ സുവിശേഷം എന്താണെന്നുള്ളത്. പ്രോസ്പെരിസ് ഗോസ്പൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. പക്ഷെ നമ്മൾ വിമർശിക്കപ്പെടുന്ന ഈ പറയുന്ന പോട്ടക്കാരി ഏതും സമൃദ്ധിയുടെ സുവിശേഷമാണ്. ഈ പറയുന്ന എല്ലാ ഈ വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഈ എടുക്കുന്നവർ അവര് 1-ാം തരം സമൃദ്ധിയുടെ സുവിശേഷമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നിത്യജീവന്റെ ക്ലാസ്സിലേക്ക് ഒരു വ്യക്തി എത്തിക്കണമെങ്കിൽ യേശുവിന്റെ മാർഗം നമ്മൾ ചെയ്തേ പറ്റൂ. എന്താണ് ചെയ്യേണ്ടത്? യേശുവിന്റെ മാർഗം, യേശു കടന്നു വന്ന എല്ലാവർക്കും അവൻ 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് സമൃദ്ധിയാക്കി. 7 അപ്പം 7000 പേർക്ക് ആഹാരം കൊടുത്തു. എന്നിട്ട് അവൻ ഒരു തീരുമാനം എടുത്തു, ഈ അപ്പം കഴിച്ചവൻ വചനത്തിലേക്ക് വരണം. ഇതാണ് ഞങ്ങൾ. നിനക്ക് രോഗശാന്തി കിട്ടിയോ? വാ, വചനത്തിലേക്ക് വാ. നീ 1-ാം ക്ലാസ്, 1-ാം ധ്യാനമുണ്ട്, 2-ാം ധ്യാനമുണ്ട്, 3-ാം ധ്യാനമുണ്ട്, ഇങ്ങനെ ധ്യാനങ്ങളുണ്ട്. വാ, നിനക്ക് രോഗശാന്തി കിട്ടിയതല്ലയോ? വാ എന്ന് വിളിക്കുന്നുണ്ട്. യേശു ചെയ്ത അതേ മാർഗം തന്നെ. അതിൽ ഞങ്ങൾ ഓരോ ക്ലാസ്സുകൾ കൂട്ടിക്കൂട്ടി അവനെ നിത്യജീവനിലേക്ക് വരെ എത്തിക്കുന്നുണ്ട്. യേശു ആരാധന. അപ്പം വളരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരോപണങ്ങൾക്ക് നമ്മൾ മറുപടി പറയണം, അല്ലെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വരുന്നത് 2 തിമോത്തി 4-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തി 4-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. ഇവിടെ പറയുന്ന വചനം ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഈ കള്ളപ്രവാചകന്റെ പഠിക്കുമ്പോൾ
നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ട ഒരു വചനഭാഗം ഇതാണ്. അതായത് ക്രിസ്ത്യാനി എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്ന് പറഞ്ഞാൽ ആദ്യമേ നല്ല വചനപ്രഘോഷണം ഇങ്ങനെ നടത്തി ഡൈവേർട്ട് ചെയ്ത് നിങ്ങളെ യേശുവിന്റെ അമ്മയായ മറിയത്തിലേക്ക് കൊണ്ടുപോകും, ഡൈവേർട്ട് ചെയ്ത് യൂദാ തദ്ദേവൂസിലേക്ക് കൊണ്ടുപോകും. പത്രോസ് പൗലോസിലേക്ക് കൊണ്ടുപോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അവര് കൂടുതൽ സുവിശേഷ വേലയൊക്കെ ചെയ്ത് ഇടിയുണ്ട്, അവര് ചത്തത മരിച്ച് എങ്ങനെയൊക്കെ പടഞ്ഞ് മരിച്ചതാ. അത് കാരണം അവരുടെ ഒന്നും പേരുകൾ അധികം എൻ്റെ പത്രോസേ എൻ്റെ പൗലോസേ എന്നിങ്ങനൊന്നും ആൾക്കാർ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. സുവിശേഷ വേല ഇത് കഷ്ടപ്പെട്ട അവരുടെ പേരാരും പറയത്തില്ല. സുവിശേഷ വേല ചെയ്തതിന് വലിയ തെളിവുകളൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ പേരുകളാ എൻ്റെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. വലിയ ബൈബിളിൽ ഒരു തെളിവുകളും ഇല്ല, സുവിശേഷ വേല ചെയ്തതിൻ്റെ തെളിവുകളൊന്നും ബൈബിളിൽ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഹീറോയിനും ഹീറോയിസും ഒക്കെ ആയി നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കേൾവിക്ക് ഇമ്പമുള്ള തരത്തില് കെട്ടുകഥകൾ മെനഞ്ഞുകൊണ്ട് കേൾവിക്ക് ഇമ്പമുള്ള സ്ഥലത്തിൽ സത്യത്തിനെതിരെ നിലനിർത്തുക. യേശുക്രിസ്തുവിനെതിരെ, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനെതിരെ, യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ മേഖലയ്ക്കുമെതിരെ നിലനിർത്തുന്ന ഒരു ആത്മാവ്, സത്യത്തിനെതിരെ നിലനിർത്തുന്ന ഒരു ആത്മാവ്. ആ ആത്മാവ് എന്തു ചെയ്യും? ഇങ്ങനെയും ക്രിസ്തുവിൽ നിന്ന് അകറ്റും. അത് ആ വചനം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ നിങ്ങളൊന്ന്? എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രബോധകരെ എന്ന് പറഞ്ഞാൽ ചിലവരടുത്ത് ചെല്ലുമ്പോൾ ചിലവർ പറയും എനിക്ക് ശരിയാവത്തില്ല. അതെന്താ? അത് പുള്ളി പലിശയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് അത് പറ്റത്തില്ല, ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി ആ ധ്യാനേന്ദ്രത്തിൽ പോത്തില്ല. അടുത്ത പറഞ്ഞു എനിക്ക് വിഗ്രഹാരാധന പാടില്ലെന്ന് പറഞ്ഞു, ഞാൻ അത് പറ്റത്തില്ല, എനിക്ക് വിഗ്രഹം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? കേൾവിക്ക് പ്രയോജനമുള്ള വചനപ്രഘോഷകരെ വിളിച്ചു കൊണ്ടുവരും. നീ വിഗ്രഹത്തെ ആരാധിച്ചോ, നീ പലിശയ്ക്ക് കൊടുത്തോ, നീ 28 കെട്ടിക്കോ, നീ ഓണം ആഘോഷിച്ചോ, ഒരു കുഴപ്പമില്ല, ദൈവ സ്നേഹമാണ് എന്ന് പറയുന്ന അഭിരുചിക്ക് ചേർന്ന കള്ളപ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടുവരും. കണ്ടോ? ഇങ്ങനെയാണ് സത്യത്തിനെതിരെ സംസാരിക്കും. സത്യം വചനമാണ്, വചനത്തിനെതിരെ സംസാരിക്കാനായിട്ട് പഠിപ്പിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡില് ഈ തരത്തില് ഏതെങ്കിലും വ്യക്തികൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവര് മാറാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ മാസ് പ്രയറിലേക്ക് കടന്നു വരാം. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുക. Hallelujah, hallelujah, hallelujah. My dear brothers and sisters, let's join and bless our home now in the mighty name of Jesus Christ. Hallelujah. Let the mighty fire come into our family now. Deliver yourself and your family by the mighty power of Jesus. Every spirit of this world, leave this family now. In the mighty name of Jesus Christ. We command you spirit of lying, you spirit of stealing, you spirit of killing, we command in the name of Jesus Christ. Leave this family now in Jesus' mighty name we command. You spirit of torment, you destructive spirit, you spirit of gossips, leave in Jesus' mighty name. Let's bless our home now. Let's bless our neighbors now. Let the fire come. Holy fire come in our family now. Release now from every limitation. എല്ലാം നിന്നിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി ഈ സമയം കർത്താവിന്റെ തീ ഇറങ്ങി. Jesus, let the fire ascend now in your life, in your spiritual life, in your business, in your job, in your family life. Let the light of Jesus come. Let the power of Jesus come. Let the mercy of Jesus come. Deliver yourself, my dear brothers and sisters, in the mighty name of Jesus. Rebuking every darkness, rebuking every satanic chains of God. We broken now in the name of Jesus Christ.
Let the chain broke now. എല്ലാ പഴയ ശക്തികൾ നീങ്ങിപ്പോകാൻ നമ്മുടെ ഭവനത്തിൽ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ തീ ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ തീ നിങ്ങളുടെ ഭവനത്തിൽ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഭവനത്തിൽ പല മൂന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ പല മൂവ്മെന്റ്സ് കാണാതെ പോകുന്നുണ്ട്. Every power of this world, we command in the name of Jesus Christ, out from this family. യേശുവിന്റെ അധികാരമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാ മേഖലകൾ ഈ സമയം പൊട്ടട്ടെ. എല്ലാ പല വൈരാഗ്യങ്ങൾ ഈ സമയം, spirit of anger, hate, jealous, envy, leave in Jesus' mighty name. You spirit of darkness, leave now. Lot of injuries. പഴയ മുറിവുകൾ ഉണങ്ങട്ടെ. പഴയ മുറിവുകൾ ഉണങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സമയം സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ റസീവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കുകയാണ്. ജീവന്റെ വചനം നിങ്ങളുടെ ഭവനത്തെ ശുദ്ധീകരിക്കട്ടെ. അഗ്നി ഇറങ്ങി വരട്ടെ. ശുദ്ധി ലഭിക്കട്ടെ. Holy fire over this house now. Holy Ghost fire on your family now. In the name of Jesus. In the name of Jesus. In the name of Jesus. അനേക കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒക്കാത്തൊരു ദർശനം കാണുന്നുണ്ട്. അവരുടെ മുമ്പിൽ കിടക്കുന്ന എല്ലാ അന്ധകാര ശക്തി നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ മക്കൾക്ക് പഠിക്കാൻ ഒരു ബന്ധനമുണ്ടാക്കി വെച്ചിരിക്കുന്ന സാത്താനെ കാണാൻ കഴിയാവുന്നുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പ് നിൽക്കുന്ന ഈ സാത്താന്റെ ശക്തി നീങ്ങി പോകാൻ സാധിക്കുകയാണ്. നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ഈ സാത്താനെ ഈ സമയം നമുക്ക് യേശുവിന്റെ അധികാരം നാമത്തിൽ അവരുടെ കാര്യ രോഗം തടസ്സമായി നിൽക്കുന്നത് എല്ലാ ശക്തികളും ഈ സമയം നിർവീര്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പ്രദേശങ്ങൾ കാണാനൊക്കുന്നുണ്ട്. ഓഫീസിൽ കാല് വെക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ കാണുന്നുണ്ട്. ആ ഓഫീസിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമർപ്പിക്കുകയാണ്. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ ശക്തിയുടെ വ്യാപരിക്കട്ടെ. വെട്ടുകൾ അടിയാൻ വേണ്ടി കർത്താവിന്റെ ശക്തി അവന്റെ മേലിറങ്ങട്ടെ. ജോലി സ്ഥലത്ത് ഇറങ്ങട്ടെ. യേശുവിന്റെ അധികാരം നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് സംബന്ധമായ രോഗം, കണ്ണിൽ കാഴ്ചയുള്ള രോഗമുണ്ട്. ചിലരുണ്ട് ഇവിടെ. കണ്ണിന് ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാർക്ക് മേൽ കർത്താവിന്റെ കൃപ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആപ്ലിക്കേഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആപ്ലിക്കേഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൈ ഡിയർ ബ്രദേഴ്സ്, ചില കിച്ചണിൽ നിങ്ങളുടെ ഗ്യാസിന്റെ ടെർമിനൽസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ചില കിച്ചണിലെ ഗ്യാസിന്റെ ടെർമിനൽസ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് എല്ലാ സേഫ്റ്റി വാൾസ് ഒക്കെ ആണെന്ന്. കുറച്ച് മക്കളെ കാണിക്കുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് ഓർഗനും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അവർ വായിക്കാതിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തരം നിങ്ങൾ യൂസ് ചെയ്യുവാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാൻ വേണ്ടി, ദൈവത്തിനെ പുകഴ്ത്താനും സ്തുതിക്കാൻ വേണ്ടിയുള്ള ദർശനമാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസ് ചെയ്യാൻ തടസ്സമായിരിക്കുന്ന സാധനം നിങ്ങൾ എതിർക്കുകയാണ് ഈ സമയം. In the name of Jesus Christ. In the name of Jesus Christ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 20 അധ്യായം 28-30 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 20 അധ്യായം 28-30 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെയും അജഗണം മുഴുവനെ പറ്റിയും നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചേക്കണം. നിങ്ങളെയും അജഗണം മുഴുവനെ പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ്. പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകർ. പരിശുദ്ധാത്മാവ് നിയോഗിക്കണം. സ്വയമേ വരാൻ പാടില്ല. സ്വയമേ ഒന്ന് നീ കയറി വരരുത്. പരിശുദ്ധാത്മാവ് നിയോഗിക്കണം. പിന്നെ പൗലോസ്ലീഹ പറയും, എന്റെ വേർപാടിന് ശേഷം, പൗലോസ്ലീഹയുടെ മരണം പൗലോസ്ലീഹ കണ്ടു കഴിഞ്ഞു, ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. കാരണം പൗലോസ് നേടിയ ഈ ആത്മാക്കളെ പൗലോസ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ക്രൂരരായ ദുരുപദേശകർ കടന്നു വരും. പൗലോസിന്റെ സഭയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പൗലോസ് പ്രവചനം പറയുകയാണ്. അതിനാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുവൻ.
3 വർഷം രാപ്പകൽ കണ്ണീരോടുകൂടെ നിങ്ങളോട് ഓരോരുത്തവരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കണം. ഞാൻ 3 വർഷം രാവും പകല് നിങ്ങളുടെ കൂടെ നിന്ന് പൗലോസ്ലീഹ തന്നെ ഉപദേശം കൊടുത്ത്, എന്നിട്ടും അവരെ കുറിച്ച് പറയുവാണ്, നിങ്ങൾ വഴിതെറ്റി പോകും, നിങ്ങൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകും, തെറ്റായ അർത്ഥങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഞാൻ നിങ്ങളെ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭാരമേൽപ്പിക്കുന്നു. ഒന്നുകൂടെ, ഞാൻ നിങ്ങളെ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭാരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഉത്കർഷ്ടം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. നിങ്ങൾക്ക് എന്താണ് ഉത്കൃഷ്ടം വരുത്തുന്നതിനും വചനം, ഉത്കൃഷ്ടം വരുത്തുന്നതിനും. രണ്ടാമത്, എല്ലാത്തിലും നിങ്ങൾക്ക് അവകാശം ലഭിക്കാനും വചനത്തിന് സാധിക്കും. ഇതാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നോക്കണം, വളരെ ചെന്നായി ആയിട്ടാണ് ദുരുപദേശകനെ അല്ലെ കള്ളപ്രവാചകനെ കാണുന്നത്. ചെന്നായി ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ അകത്ത് ചെന്നായി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ചെന്നായി നമ്മുടെ അകത്തുണ്ടോ? യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു ചെന്നായി. എങ്ങനെ യേശു മനുഷ്യനായി അവതരിച്ച ഒരാൾ, മരണം പ്രാപിച്ച ഒരാൾ എങ്ങനെ ദൈവമാകും എന്നൊക്കെയുള്ള നമ്മുടെ ചിന്ത. ആ ചിന്ത വരുന്നത് തെറ്റല്ല, എന്നാൽ ആ ചിന്ത വന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അനേകം പേർ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ടായിട്ടും അത് ചോദിച്ച് മനസ്സിലാക്കുകയോ, എന്നാൽ ആ ചിന്തകൾക്ക് ഉത്തരം തരുന്നതായ ധ്യാനങ്ങൾ ഉണ്ടായിട്ട് അതിൽ പങ്കെടുക്കാതെയോ ഇരിക്കുകയോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും കള്ളപ്രവാചകൻ നിന്റെ അകത്തുണ്ട്. എന്നാൽ ഒരു മനുഷ്യനിൽ ചിന്ത വരണം. ചിന്ത വന്നാൽ അവൻ അന്വേഷിച്ച് അവൻ ഇറങ്ങണം. ചിന്ത വന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്റെ ചിന്തയെ പൊട്ടിക്കുമെന്ന് നിനക്കറിയാം. ദൈവദാസന്മാരുടെ മുമ്പിലെത്തിയാൽ സ്ഥിരമായിട്ട് ആ വചനത്തിൽ കേൾക്കാനായിട്ട് നിന്നാൽ നിന്റെ ചിന്ത പൊട്ടും. ഇത് നിനക്കറിയാം. അതുകൊണ്ട് നീ കേൾക്കത്തില്ല, നീ വരുത്തില്ല, വിടത്തില്ല. നിന്നെ കള്ളപ്രവാചകന്റെ ആത്മാവ് നിന്നെ വിടത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ്, അത് വിടത്തില്ല. നിന്നിങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കും. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശുവിനെ ചിലവർ പ്രാർത്ഥിക്കുമ്പോൾ ദർശനത്തില് ഒരു വെള്ള ശരീരം പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രകാശമുള്ള ഒരു ശരീരം പോലെയോ ദർശനം കാണുവാണെങ്കിൽ ചിലവർ ചോദിക്കും, ദൈവമേ അത് ബ്രദറെ, ഞാൻ ആ ദൈവത്തെ കണ്ടത് അത് കറക്റ്റ് ആണോ? കാരണം ഞാനൊരു മനുഷ്യരൂപം പോലൊക്കെ കണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ദർശനം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വ്യാജ ആത്മാവാണോ, ഇത് ശരിയാണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. യേശുക്രിസ്തുവിന്റെ ഈ വരച്ച ഫോട്ടോ പോലെയല്ല, യേശുക്രിസ്തുവിന്റെ ഫേസ് ഒരു മനുഷ്യരൂപം പോലെ, ഫേസ് ആരുടെ കണക്കിരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരൂപം പോലെ നിങ്ങൾ ദർശനം കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തു മനുഷ്യപുത്രനാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് അവൻ ദൈവവും ഒരേ സമയത്ത് അവൻ മനുഷ്യത്വവും അവന്റെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് ഈ മനുഷ്യന്റെ രൂപം പോലെ, മുഖമൊന്നും കാണാൻ പറ്റത്തില്ല, ഒരു പ്രകാശം പോലെയാ, പക്ഷെ മനുഷ്യരൂപം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് യേശുക്രിസ്തു. ഉടനെ നിങ്ങൾ പേടിച്ച് മാറ്റണ്ട, അയ്യോ വിഗ്രഹാരാധനയാകുന്നു. അല്ല, വിഗ്രഹാരാധനയാകത്തില്ല അത്. കാരണം നിങ്ങൾ കാണുന്ന പടം പോലെ അല്ലല്ലോ അത് കണ്ടത്. നിങ്ങൾക്ക് അതിന്റെ രൂപമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ ആ കണ്ട ആളിന്റെ രൂപം ഉണ്ടാക്കി വെച്ച് വർഷിപ്പ് ചെയ്യുമ്പോഴാണ് വിഗ്രഹമാകുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ദർശനത്തിലേക്ക് ഈ പടത്തിൽ ഇല്ലാത്ത വിധം പ്രകാശപൂരിതനായ ഒരു ആൾ വരികയാണെങ്കിൽ അത് മിശിക തന്നെയാണ്. മിശിക തന്നെ. അത് കണ്ടതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. തെറ്റില്ലെന്ന് എങ്ങനെ ബ്രദറിന് പറയാൻ പറ്റും. എന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ദാനിയേലിന്റെ മുമ്പിൽ യേശുക്രിസ്തു വന്നത് ഇതുപോലെ പ്രകാശപൂരിതനായ മനുഷ്യരൂപത്തോടു കൂടിയാ വന്നത്. അപ്പോൾ ആ മനുഷ്യരൂപത്തോടുകൂടി വന്നവനെ മനുഷ്യപുത്രനായി ദാനിയേൽ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് യേശു പലയിടത്ത്. കാരണം അവന്റെ മനുഷ്യത്വം അവസാനം വരെ ഉണ്ട്. അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് നമുക്ക് ആരെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ അത് അങ്ങനെ ഒരു ദർശനം കാണാൻ ഇടയായാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളോട് ദൈവം സംസാരിക്കുവാണ്. എൻ്റെ ദൈവത്തെ നീ അംഗീകരിച്ചു, എൻ്റെ മനുഷ്യത്വം കൂടെ അംഗീകരിക്കുക, അതിനുവേണ്ടി പഠിക്കുക എന്ന് പറയുന്ന മെസ്സേജ് അതിൻ്റെ അകത്തുള്ളത്. മനുഷ്യത്വത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന മെസ്സേജ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ തെറി വിളിച്ചുകൊണ്ട് സുവിശേഷം പറയുക, സുവിശേഷകൻ തന്നെ തെറി വിളിക്കുക,
അതുപോലെ തന്നെ ഈ റോഡിലൊക്കെ നിന്ന് വചനം പറഞ്ഞവരെ പോയി തടഞ്ഞിട്ട് നിനക്കാരടാ ഇത് തന്നതെന്നൊക്കെ ചോദിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവരെല്ലാം കള്ളപ്രവാചകന്റെ ആത്മാവാണ്, യാതൊരു സംശയമില്ല. അത്യുന്നതനായ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തികളെ ആരോപണം കൊണ്ട് മൂടാനായിട്ട് ഒരു പ്രേരണ നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളിൽ കള്ളപ്രവാചകന്റെ ആത്മാവുണ്ട്. അത് ക്രിസ്തുവിനെതിരെ പോരാടുന്ന ആത്മാവ് ഉള്ളത് കാരണമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. അത് കാരണമാണ്. അപ്പൊ അത് കാരണം യേശു ക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പ് പറയുന്നുണ്ട്. എന്താണ്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. ഇതാണ് യേശു പറയുന്നത്. ഉള്ളിൽ അവർ എന്റെ വചനം എടുത്തുകൊണ്ടായിരിക്കും അവർ വരുന്നത്, പക്ഷെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവർ തെറി വിളിക്കും, ചീത്ത വിളിക്കും, അവർ എന്ത് വൃത്തികേടുകൾ വേണമെങ്കിലും പറയും. അതേപോലെ തന്നെ ഈ ആത്മാവുള്ളവർ സുവിശേഷകർക്കെതിരെയോ അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പുകൾക്കെതിരെയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കള്ളപ്രവാചകന്റെ ആത്മാവ് അകത്ത് നിന്ന് വളരുന്നത് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ആരും നശിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഡെലിവറൻസ് ചെയ്യണം. ഫലങ്ങളിൽ നിന്നാണ് അവരെ മനസ്സിലാക്കുന്നത്. ഒരുവൻ മുൾച്ചെടിയാണെങ്കിൽ അവനിൽ നിന്ന് ഒരിക്കലും സുവിശേഷം ഉണ്ടാവത്തില്ല. അതാണ് യേശു പറയുന്നത്. ഒരുവൻ ഞെരിഞ്ഞലാണെങ്കിൽ അവനിൽ നിന്ന് ഒരിക്കലും നല്ല ഫലം ഉണ്ടാവത്തില്ല, അവനിൽ നിന്ന് ഒരിക്കലും സുവിശേഷം ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ തെറി വിളിക്കുന്ന ഒരുത്തൻ വചനം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ, സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ കള്ളപ്രവാചകന്റെ ആത്മാവായിട്ട് നിങ്ങൾ അവനെ കണക്കൂട്ടണം. ഒരുത്തൻ യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ഒരു ആത്മാവുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവന്റെ പ്രസംഗം മൊത്തം അതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ അവനെ കള്ളപ്രവാചകന്റെ ആത്മാവായി നിങ്ങൾ കണക്കൂട്ടി നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പൗലോസ് എഫേസ്യർക്കാർക്ക് പറഞ്ഞ അതേ ഉപദേശം തന്നെ പറയുന്നു. ഈ ചെന്നായ്ക്കളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഈ വചനത്തിന്റെ യോഗ്യതയാൽ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റ മിനിറ്റ് നേരം നിങ്ങൾ സ്തുതിക്കുക. ഇന്ന് കേട്ട എല്ലാ വചനത്തിന്റെ യോഗ്യതയാൽ എൻ്റെ അകത്ത് നട്ടുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകൻ, വ്യാജ ആത്മാവ് നട്ടിരിക്കുന്ന സംശയം, ക്രിസ്തുവിനെതിരെയുള്ള സംശയം, വചനത്തിനെതിരെയുള്ള സംശയം, വചന പ്രഘോഷകർക്കെതിരെയുള്ള സംശയം, ഇങ്ങനെയുള്ള സകല സംശയങ്ങളും വിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ബ്ലസം ബ്രദർ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. 1 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിക്കുക. സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുക. സത്യത്തിന് ആത്മാവിനെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാജ സഹോദരന്മാരെ, വ്യാജ സുവിശേഷകരെ ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കൃപ കർത്താവായ യേശുവെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിൽ ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും പിതാവെ ഞങ്ങൾക്ക് സ്തുതിക്കാനും സ്തോത്രം പറയാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന സത്യ ആരാധന തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ഞങ്ങളുടെ കുടുംബത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, ആത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യാജ സുവിശേഷകരിൽ നിന്ന്, വ്യാജ സഹോദരന്മാർ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കൂട്ടായ്മയെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ നിന്റെ കൃപയ്ക്ക് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. കർത്താവെ, കേട്ട സകല തെറ്റായിട്ടുള്ള ഉപദേശത്തിൽ ഞങ്ങൾക്ക് രക്ഷ തരണമേ. കർത്താവെ, വ്യാജ പിതാവ്, വ്യാജ സഹോദരന്മാരോ, വ്യാജ സുവിശേഷകരോ ഞങ്ങളുടെ കുടുംബത്തിന് അരികിലോ കേൾക്കാനോ ഞങ്ങൾക്ക് അനുവദിക്കലോ ഞങ്ങൾ അപേക്ഷിക്കുന്ന സകലതും ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ.